നേപ്പാളിലെ ക്രൈസ്തവ ജനസംഖ്യ ബുദ്ധമത ജനസംഖ്യയെ മറികടന്നിരിക്കുന്നു എന്നാണ് അന്തർദേശീയ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 29.2 ലക്ഷം ബുദ്ധമതസ്ഥരുള്ള നേപ്പാളിൽ ക്രൈസ്തവർ ഏകദേശം 30 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ട്. 2008 വരെ നേപ്പാൾ ലോകത്തിലെ ഏക ഔദ്യോഗിക ഹിന്ദു രാജ്യമായിരുന്നു. അതിനുശേഷമാണ് രാജഭരണം അവസാനിപ്പിച്ച് രാജ്യം ഒരു മതേതര റിപ്പബ്ലിക്കായി മാറിയത്. എങ്കിലും ഇപ്പോഴും ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. 2021 ഔദ്യോഗിക നേപ്പാൾ സെൻസസ് പ്രകാരം ക്രൈസ്തവ ജനസംഖ്യ 5,12,313 പേരാണ്. നേപ്പാളിലെ ആകെ ജനസംഖ്യയുടെ 1.76% പേർ. നേപ്പാളിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും ഹൈന്ദവ മതത്തിനാണ്. 2.36 കോടി ജനങ്ങൾ, അതായത് ജനസംഖ്യയുടെ 81.19% പേരും ഹൈന്ദവർ. രണ്ടാം സ്ഥാനം ഔദ്യോഗിക കണക്കനുസരിച്ച് ബുദ്ധമതത്തിനാണ്. 23.9 ലക്ഷം, അതായത് 8.21%. ഇസ്ലാം മതം 14.8 ലക്ഷം, അതായത് 5.09%. കിരാത് പ്രകൃതിയെ ആരാധിക്കുന്ന ഒരു തദ്ദേശീയ ഗോത്ര വിഭാഗമാണ് കിരാത്. അവർ 9.2 ലക്ഷം, അതായത് ജനസംഖ്യയുടെ 3.17%. ക്രിസ്തുമതം 5.1 ലക്ഷം, ശതമാനക്കണക്കിൽ 1.76%. മറ്റു മതങ്ങൾ വിശ്വാസമില്ലാത്തവർ എല്ലാം കൂടി 1.6 ലക്ഷം. 2011 സെൻസസ് പ്രകാരം ക്രൈസ്തവരുടെ ജനസംഖ്യ 3,75,699 പേരായിരുന്നു, അതായത് 1.41%. എന്നാൽ അതിൽ നിന്നും ചെറിയൊരു വർധനവ് 2021 സെൻസസിലുണ്ടായി. സർക്കാർ കണക്കുകളും മറ്റ് സ്വതന്ത്ര ഏജൻസികളുടെ കണക്കുകളും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. നേപ്പാൾ ക്രിസ്ത്യൻ സൊസൈറ്റി നടത്തിയ സർവേകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം 6,83,261 ക്രിസ്ത്യാനികൾ ഏകദേശം ജനസംഖ്യയുടെ 2.2% ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. പ്രാദേശിക ക്രൈസ്തവ സഭകളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും വിലയിരുത്തൽ അനുസരിച്ച് യഥാർത്ഥ ക്രൈസ്തവ ജനസംഖ്യ ഇതിലും എത്രയോ മടങ്ങ് കൂടുതലാണ്. 30 ലക്ഷം വരെ, ഏകദേശം ജനസംഖ്യയുടെ 10% വരെ ക്രൈസ്തവർ നേപ്പാളിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. മതപരിവർത്തന നിരോധന നിയമങ്ങൾ നിലനിൽക്കുന്നതിനാലും സാമൂഹിക ബുദ്ധിമുട്ടുകൾ ഭയന്നും പലരും സെൻസസ് രേഖകളിൽ തങ്ങളുടെ യഥാർത്ഥ മതം വെളിപ്പെടുത്താൻ മടിക്കുന്നതാണ് ഈ വ്യത്യാസത്തിന് കാരണം. 1990-കൾക്ക് ശേഷം ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ ക്രൈസ്തവ ജനസംഖ്യ വളരുന്ന രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ. നേപ്പാളിലെ ഭൂരിഭാഗം ക്രിസ്ത്യാനികളും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഏകദേശം 10,000 പേർ മാത്രമുള്ള റോമൻ കത്തോലിക്ക സഭയും ക്രൈസ്തവരുടെ കൂട്ടത്തിലുണ്ട്. ജാതി വ്യവസ്ഥയിൽ നിന്നും പാർശ്വവൽക്കരണത്തിൽ നിന്നുമുള്ള മോചനമാണ് പലരെയും ഈ വിശ്വാസത്തിലേക്ക് ആകർഷിച്ചതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. വിശ്വാസികളിൽ ഭൂരിഭാഗവും ദളിത് വിഭാഗങ്ങളിൽ നിന്നും മറ്റ് പിന്നോക്ക ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുമുള്ളവരാണ്. ബുദ്ധമതത്തിൻ്റെ സ്ഥാപകനായ ഗൗതമ ബുദ്ധൻ ജനിച്ച ലുംബിനി നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ ബുദ്ധമതത്തിന് വലിയ സ്വാധീനമുണ്ട്. പലയിടങ്ങളിലും ഹിന്ദു ബുദ്ധ ആചാരങ്ങൾ പരസ്പരം കലർന്നു കിടക്കുന്നതായി കാണാൻ കഴിയും. മുൻ സെൻസസുകളെ അപേക്ഷിച്ച് നേപ്പാളിൽ ഇസ്ലാം ക്രിസ്തുമത വിശ്വാസികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് 2021 സെൻസസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേപ്പാളിലെ പ്രമുഖ ക്രൈസ്തവ സഭകൾ പ്രധാനമായും പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ വിഭാഗത്തിൽപ്പെട്ടവയാണ്. സ്വതന്ത്ര സഭകളുടെ കൂട്ടായ്മകൾ അവിടെ ശക്തമാണ്. നേപ്പാളിലെ പ്രധാന ക്രൈസ്തവ സഭകളും സംഘടനകളും ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. നേപ്പാൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് നേപ്പാളിലെ ഏറ്റവും വലിയതും പഴയതുമായ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ കൂട്ടായ്മയാണിത്. രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് സ്വതന്ത്ര പ്രാദേശിക സഭകൾ ഈ ശൃംഖലയുടെ ഭാഗമാണ്. 1950-കൾ മുതൽ നേപ്പാളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇവർ നേതൃത്വം നൽകുന്നു. 2. നാഷണൽ ചർച്ചസ് ഫെലോഷിപ്പ് ഓഫ് നേപ്പാൾ രാജ്യത്തെ ഇവാഞ്ചലിക്കൽ പെന്തക്കോസ്ത് സഭകളെ ഒന്നിപ്പിക്കുന്ന മറ്റൊരു പ്രധാന സംഘടനയാണിത്.
സഭകളുടെ വളർച്ചയ്ക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളും വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഇവർ മുൻകൈയെടുക്കുന്നു. 3. എൽഷദ്ദായി മെയ്ലാങ്. ഇന്ത്യയിലെ പ്രമുഖ സുവിശേഷകനായിരുന്ന ഭഗത് സിംഗിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ രൂപം കൊണ്ട സഭകളുടെ കൂട്ടായ്മയാണിത്. നേപ്പാളിൻ്റെ കിഴക്കൻ മേഖലകളിലും കാഠ്മണ്ഡുവിലും ഇവർക്ക് ശക്തമായ സ്വാധീനമുണ്ട്. അസംബ്ലികൾ എന്ന പേരിലാണ് ഇവരുടെ പ്രാദേശിക സഭകൾ അറിയപ്പെടുന്നത്. ആഗോള സഭകളുടെയും പ്രാദേശിക വിഭാഗങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള ചില പ്രമുഖ ക്രൈസ്തവ വിഭാഗങ്ങളും നേപ്പാളിൽ ഇന്നും സജീവമാണ്. പെന്തക്കോസ്ത് സഭകൾ, അസംബ്ലീസ് ഓഫ് ഗോഡ് പോലുള്ള അന്താരാഷ്ട്ര പെന്തക്കോസ്ത് സഭകൾക്ക് നേപ്പാളിൽ വലിയ സ്വാധീനമുണ്ട്. സ്വതന്ത്ര പെന്തക്കോസ്ത് സഭകളാണ് നേപ്പാളിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നത്. ബാപ്റ്റിസ്റ്റ് സഭകൾ. നേപ്പാൾ ബാപ്റ്റിസ്റ്റ് ചർച്ച് കൗൺസിലിൻ്റെ കീഴിൽ നിരവധി സഭകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സെവന്ത് ഡേ അഡ്വൻറ്റിസ്റ്റ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ ഇവർ നേപ്പാളിൽ അറിയപ്പെടുന്നു. നേപ്പാളിൽ കത്തോലിക്ക വിശ്വാസികൾ വളരെ കുറവാണ്. എങ്കിലും കാഠ്മണ്ഡു കേന്ദ്രീകരിച്ച് ഒരു വികാരിയേറ്റ് അപ്പോസ്തോലിക് ഇവർക്കുണ്ട്. സ്കൂളുകൾ, ആശുപത്രികൾ, കാരിത്താസ് പോലുള്ള സാമൂഹ്യ സേവന സംഘടനകൾ എന്നിവയിലൂടെ കത്തോലിക്ക സഭ നേപ്പാളിൽ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. നേപ്പാളിലെ ഭൂരിപക്ഷം സഭകൾക്കും വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. വീടുകളിലോ ചെറിയ ഹാളുകളിലോ ഒത്തുകൂടുന്ന ഭവന സഭകളാണത്. നേപ്പാളിലെ ക്രൈസ്തവ സഭയുടെ വളർച്ചയ്ക്ക് പ്രധാന അടിത്തറയും ഈ സഭകൾ തന്നെ. നേപ്പാളിലെ ക്രൈസ്തവ ചരിത്രത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിക്കാം. 1. ആദ്യകാല ചരിത്രം. 17-18 നൂറ്റാണ്ടുകൾ. കത്തോലിക്ക മിഷണറിമാർ 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ, അതായത് 1628 പോർച്ചുഗീസ് കത്തോലിക്ക മിഷണറിയായ ഫാദർ ജോൺ കബ്രാൾ ആണ് നേപ്പാൾ സന്ദർശിച്ച ആദ്യത്തെ ക്രൈസ്തവ മിഷണറി. രാജകീയ അനുമതിയും നാടുകടത്തലും 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കാഠ്മണ്ഡു താഴ്വരയിലെ മല്ല രാജാക്കന്മാർ റോമൻ കത്തോലിക്ക മിഷണറിമാർക്ക് അവിടെ താമസിക്കാനും മതം പ്രചരിക്കാനുമുള്ള അനുവാദം നൽകി. എന്നാൽ 1769 പൃഥ്വിനാരായൺ ഷാ രാജാവ് നേപ്പാൾ കീഴടക്കി രാജ്യം ഏകീകരിച്ചതോടെ വിദേശ മിഷണറിമാരെയും സ്വദേശികളായ ക്രൈസ്തവരെയും രാജ്യത്തു നിന്നും നാടുകടത്തി. അവർ ഇന്ത്യയിലെ ബീഹാറിലുള്ള ബേട്ടിയ എന്ന സ്ഥലത്ത് അഭയം പ്രാപിച്ചു. അതിനുശേഷം ഏകദേശം 2 നൂറ്റാണ്ടുകാലം നേപ്പാൾ ക്രൈസ്തവർക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടപ്പെട്ട രാജ്യമായി തുടർന്നു. ആധുനിക യുഗത്തിൻ്റെ തുടക്കം 1950 മുതൽ 1990 വരെയാണ്. അതിർത്തി കടന്നുള്ള പ്രവർത്തനം നേപ്പാൾ അതിർത്തികൾ അടച്ചതോടെ ഇന്ത്യയിലെ ഡാർജിലിംഗ്, ഡെറാഡൂൺ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ക്രൈസ്തവർ നേപ്പാളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ചു. ആദ്യത്തെ നേപ്പാളി സഭ 1952 ഇന്ത്യയിലെ കാലിംപോങ്ങിൽ വെച്ച് ഏതാനും നേപ്പാളി വിശ്വാസികൾ ചേർന്ന് നേപ്പാളി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് രൂപീകരിച്ചതോടെയാണ് സഭ ആരംഭിതമായത്. ഇവരുടെ നേതൃത്വത്തിൽ നേപ്പാളിൽ ആദ്യമായി സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചവരിൽ പ്രമുഖനാണ് പ്രേം പ്രധാൻ. 1950കളുടെ മധ്യത്തിൽ പൊക്കാറയിൽ സ്ഥാപിക്കപ്പെട്ട രാംഗഡ് ചർച്ച് ആണ് നേപ്പാളിലെ ആദ്യത്തെ ഔദ്യോഗിക പള്ളി. സാമൂഹ്യ സേവനങ്ങളിലൂടെയാണ് ക്രൈസ്തവ സഭകൾ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. 1950കളിൽ നേപ്പാളിൽ ജനാധിപത്യം സ്ഥാപിതമായതോടെ വിദേശ മിഷണറിമാർക്ക് നേപ്പാളിലേക്ക് വരാൻ അനുവാദം ലഭിച്ചു. എന്നാൽ മതപരിവർത്തനം നടത്താൻ പാടില്ല എന്ന കർശന വ്യവസ്ഥയുണ്ടായിരുന്നു. തുടർന്ന് യുണൈറ്റഡ് മിഷൻ ടു നേപ്പാൾ പോലെയുള്ള സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രത്യേകിച്ച് കുഷ്ഠരോഗ ചികിത്സ എന്നീ രംഗങ്ങളിലൂടെ അവർ നേപ്പാളിലെ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പിക്കുകയും ചെയ്തു. നേപ്പാളിലെ മെഡിക്കൽ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച കാഠ്മണ്ഡുവിലെ പത്താൻ ഹോസ്പിറ്റൽ ഇതിന് മികച്ച ഉദാഹരണമാണ്. 1990 വരെ നേപ്പാളിൽ ഹൈന്ദവ രാജഭരണവും പഞ്ചായത്ത് വ്യവസ്ഥയുമായിരുന്നു. അക്കാലത്ത് ക്രിസ്ത്യാനിയാകുന്നതും സ്നാനമേൽക്കുന്നതും വലിയ കുറ്റമായിരുന്നു. പ്രേം പ്രധാൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. 1990 രാജ്യത്ത് ബഹുകക്ഷി ജനാധിപത്യം വരികയും മതനിയമങ്ങളിൽ ഇളവുകൾ ലഭിക്കുകയും ചെയ്തതോടെയാണ് നേപ്പാളിലെ ക്രൈസ്തവ സഭകൾക്ക് വലിയ രീതിയിലുള്ള വളർച്ചയുണ്ടായത്. 2008 നേപ്പാൾ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ സഭകളുടെ പ്രവർത്തനം കൂടുതൽ സജീവമായി. എന്തുകൊണ്ട് നേപ്പാളിൽ ക്രൈസ്തവ ജനസംഖ്യ വേഗത്തിൽ വളർന്നു? പ്രധാനമായും 2 കാരണങ്ങളാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി പാവപ്പെട്ടവർക്കും രോഗികൾക്കും മിഷണറിമാരിൽ നിന്ന് ലഭിച്ച കാരുണ്യ പ്രവർത്തനങ്ങളും ചികിത്സാ സഹായങ്ങളും. രണ്ടാമതായി നേപ്പാളിലെ പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ
ശ്വാസം മുട്ടി ജീവിച്ചിരുന്ന താഴെത്തട്ടിലുള്ള ദളിത് വിഭാഗങ്ങൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിലെ എല്ലാവരും തുല്യരാണ് എന്ന സന്ദേശം വലിയ ആശ്വാസം നൽകി. നേപ്പാളിൽ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു. 1990 മുമ്പുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് സഭയ്ക്ക് അടിത്തറയിടപ്പെട്ടത്. നേപ്പാളിലെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പ്രേം പ്രധാനാണ് ഈ സഭകൾക്ക് ആരംഭമിട്ടതെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഇന്ത്യൻ സൈന്യത്തിൽ പൈലറ്റായിരുന്നു പ്രേം പ്രധാൻ. പിന്നീട് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും ജന്മനാടായ നേപ്പാളിൽ സുവിശേഷം അറിയിക്കാൻ തിരിച്ചെത്തുകയും ചെയ്തു. വിശ്വാസികളെ സ്നാനപ്പെടുത്തിയതിന് നേപ്പാൾ സർക്കാർ അദ്ദേഹത്തെ പലതവണയായി 6 വർഷത്തോളം ജയിലിലടച്ചു. ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹം കൂടെയുള്ള തടവുകാരോട് സുവിശേഷം അറിയിക്കുകയും ജയിലിനെ ഒരു പ്രാർത്ഥനാ മുറിയാക്കി മാറ്റുകയും ചെയ്തു. അക്കാലത്ത് നിയമപ്രകാരം മതപരിവർത്തനം നടത്തുന്ന വ്യക്തിക്ക് 6 വർഷം വരെയും മതം മാറുന്ന വ്യക്തിക്ക് 3 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാമായിരുന്നു. സ്നാനം സ്വീകരിച്ച നിരവധി നേപ്പാളി വിശ്വാസികൾക്ക് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം കഠിന തടവ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. 1990 ജനാധിപത്യം വരികയും 2008 നേപ്പാൾ ഒരു മതേതര രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തപ്പോൾ വലിയ സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും പിന്നീടുള്ള വർഷങ്ങളിൽ കാര്യങ്ങൾ വീണ്ടും സങ്കീർണമായി. 2015 ഒരു പുതിയ ഭരണഘടന പ്രകാരം നേപ്പാൾ ഒരു മതേതര രാജ്യമാണെങ്കിലും ഒരാളെ ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്നത് കർശനമായി നിരോധിച്ചു. 2018 ഓഗസ്റ്റ് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിയമപ്രകാരം ക്രിമിനൽ കോഡും ക്രിസ്ത്യാനികൾക്കെതിരെ ഗവൺമെൻറ് ഉപയോഗിച്ചു. അതുമൂലം ആരുടെയെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ എഴുതുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളോ പണം, ചികിത്സാ സഹായം, ബലപ്രയോഗമോ വഴി മതപരിവർത്തനം നടത്തിയാൽ 5 വർഷം വരെ തടവും വലിയ തുക പിഴയും ലഭിക്കും. വിദേശ പൗരന്മാരാണ് ഇതിൽ പങ്കാളികളാകുന്നതെങ്കിൽ അവരെ ഉടനടി നാടുകടത്തും. ഈ പുതിയ നിയമം വന്നതിന് ശേഷം നിരവധി വിദേശ മിഷണറിമാരെ നേപ്പാൾ നാടുകടത്തുകയും പ്രാദേശിക സഭകളിൽ പാസ്റ്റർമാരെയും വിശ്വാസികളെയും ബൈബിൾ വിതരണം ചെയ്തതിനും പ്രാർത്ഥനകൾ നടത്തിയതിനും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിദേശ മിഷണറിമാർക്ക് കർശന നിയന്ത്രണമുള്ളതുകൊണ്ട് തന്നെ നേപ്പാളിലെ സഭകൾ പൂർണ്ണമായും തദ്ദേശീയരായ ആളുകളാൽ നയിക്കപ്പെടുന്നവയാണ്. പള്ളികളിലെ പാസ്റ്റർമാരും സുവിശേഷകരും പൂർണ്ണമായും നേപ്പാളികൾ തന്നെയാണ്. വിദേശ സഹായങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള ദശാംശവും സ്തോത്രകാഴ്ചയും ഉപയോഗിച്ചിട്ടാണ് ഭൂരിഭാഗം സഭകളും ഇന്നും പ്രവർത്തിക്കുന്നത്. നേപ്പാളി ക്രൈസ്തവ ആരാധനകളിൽ പരമ്പരാഗത നേപ്പാളി സംഗീതോപകരണങ്ങളായ മദൽ പോലെയുള്ള ഡ്രമ്മുകൾ ഉപയോഗിച്ചുള്ള പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലുവാൻ സഹായിക്കുന്നു. പെന്തക്കോസ്ത് സഭകളാണ് നേപ്പാൾ ക്രൈസ്തവ സഭകളുടെ വളർച്ചയുടെ യഥാർത്ഥ പ്രേരക ശക്തി. നേപ്പാളിലെ ആകെ ക്രൈസ്തവരിൽ ഏകദേശം 80% ആളുകളും വിശ്വസിക്കുന്നത് പെന്തക്കോസ്ത് ഇവാഞ്ചലിക്കൽ സഭാവിഭാഗങ്ങളിലാണ്. നേപ്പാളിൻ്റെ പരമ്പരാഗത ഡ്രമ്മുകളായ മദൽ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കൈയടിച്ചും പാട്ടുപാടിയുമാണ് ആരാധന. വീടുകളിലെ കൂട്ടായ്മകൾ, വലിയ പള്ളി കെട്ടിടങ്ങൾ പണിയാൻ നിയമപരമായ തടസ്സങ്ങളുള്ളതുകൊണ്ട് ഭൂരിഭാഗം പെന്തക്കോസ്ത് സഭകളും വിശ്വാസികളുടെ വീടുകളിലോ വാടകയ്ക്കെടുത്ത ചെറിയ ഹാളുകളിലോ ആണ് ഒത്തുകൂടുന്നത്. നേപ്പാളിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് അസംബ്ലീസ് ഓഫ് ഗോഡ് നേപ്പാളാണ്. ഇന്ന് സ്വന്തമായി നിരവധി ബൈബിൾ കോളേജുകളും ട്രെയിനിങ് സെൻ്ററുകളും ഇവർക്ക് നേപ്പാളിലുണ്ട്. പ്രാദേശികമായി 100 കണക്കിന് സ്വതന്ത്ര പെന്തക്കോസ്ത് സഭകൾ ഇന്ന് നേപ്പാളിലുണ്ട്. വിശ്വാസികൾ സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ പുതിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും അവ പിന്നീട് ചെറിയ സഭകളായി മാറുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ കൂടുതൽ. എൽ ഷദ്ദായ് അസംബ്ലി മറ്റൊരു പ്രധാന സഭയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലും ആരാധനയിലും പെന്തക്കോസ്ത് സഭകളുടെ സാമ്യമുള്ളവയാണ്. നേപ്പാളിലെ മലയോര മേഖലകളിൽ ഇവർക്ക് വലിയ സ്വാധീനമുണ്ട്. രോഗശാന്തി ശുശ്രൂഷ. നേപ്പാളിലെ ഗ്രാമീണ മേഖലകളിൽ നല്ല ആശുപത്രികളോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ പലരും രോഗസൗഖ്യത്തിനായി ഈ സഭകളിൽ വരികയും വിശ്വസിക്കുകയും ചെയ്യാറുണ്ട്. ഇതാണ് പെന്തക്കോസ്ത് സഭകളുടെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം. സാമൂഹിക സമത്വം. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് സഭകളിൽ തുല്യ പരിഗണനയും നേതൃത്വനിരയിലേക്ക് വരാനുള്ള അവസരങ്ങളും നൽകുന്നു. ഇത് ജാതീയമായ വിവേചനങ്ങൾ അനുഭവിച്ചിരുന്ന വലിയൊരു ജനവിഭാഗത്തെ ഈ സഭകളിലേക്ക് ആകർഷിച്ചു.